ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. തിരുവല്ലാമലയുടെ പൈതൃകവും ഗ്രാമീണതയും തേടി ഇസ്രായേൽ ദമ്പതികളെത്തി. ജെറുസലേമിൽ നിന്നുള്ള ഗിൽറോണി ദമ്പതികൾ നാടൻ ജീവിത രീതികളും ജൈവ കൃഷിയും പഠന വിഷയമാക്കി. സാംസ്കാരിക പൈതൃകത്തിന്റെ സ്ഥിരാകേന്ദ്രമായ തിരുവല്ലാമലയുടെ ഗ്രാമീണ ഭംഗിയും കൃഷിരീതികളും പഠന വിഷയമാക്കി ഇസ്രായേൽ ദമ്പതികൾ. ജെറുസലേമിൽ നിന്നുള്ള ഗിൽ റോണി ദമ്പതികളാണ് തിരുവല്ലാമലയിലെത്തി ഗ്രാമീണ ജീവിതത്തിന്റെ നൈർമല്യം അനുഭവിച്ചറിഞ്ഞത്. ഇസ്രായേലിലെ ജെറുസലേമിൽ നിന്നുമെത്തിയ ഗിൽ റോണി ദമ്പതികൾ തിരുവല്ലാമലയുടെ സാംസ്കാരിക തനിമയും ജൈവകൃഷി രീതികളും അടുത്തറിയാൻ സമയം കണ്ടെത്തി. പ്രമുഖ ജൈവ കർഷകനായ ഐവർമഠം രമേശ് കോരപ്പത്തിന്റെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച ഇവർ കേരളത്തിന്റെ തനതായ നാടൻ ശൈലികളും ജലസ്രോതസ്സുകളുടെ വിനിയോഗവും പഠനവിധേയമാക്കി. വിനോദസഞ്ചാര വകുപ്പ് പ്രതിനിധി രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവരുടെ സന്ദർശനം. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഹൃദയബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനൊപ്പം സ്വയം പര്യാപ്തമായ ഗ്രാമീണ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നതായി ദമ്പതികൾ വ്യക്തമാക്കി. രമേശ് കോരപ്പത്തിന്റെ സുഹൃത്തുക്കളായ കിരൺ പി കേശവൻ, ശ്രീവിദ്യ കിരൺ, നന്ദൻ എന്നിവരും ഇവരെ അനുഗമിച്ചു. സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇസ്രായേലിലെ ജെറുസലേമിൽ നിന്ന് 2 പേര്, ഒരു ഹസ്ബൻഡും വൈഫും, ഗില്ലും റോണിയും ഇന്ന് രമേശ് കോരപ്പത്തിൻ്റെ ഫാം കാണാനും ഇവിടുത്തെ കൃഷിരീതിയെക്കുറിച്ച് കൂടുതലായി പഠിക്കാനും ഗവേഷണം നടത്താനും ഒക്കെ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. കാരണം നമ്മുടെ ജൈവികമായിട്ടുള്ള ജൈവ കൃഷിയും അതുപോലെ തന്നെ നമ്മുടെ ഫാമും നമ്മുടെ പശുക്കളെയും കുറിച്ചൊക്കെ പഠിക്കാനും അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും ഇവിടുത്തെ ജലസേചന രീതിയെക്കുറിച്ച് പഠിക്കാനും ജലം സംഭരിക്കുന്നത് എങ്ങനെയെന്ന് അറിയാനും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് തൊട്ടറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഇസ്രായേലിൽ നിന്ന് അവർ വിസിറ്റ് ചെയ്തത്. അത് വളരെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് അവരുടെ വിസിറ്റ്. കുറച്ച് നേരമാണെങ്കിലും രാവിലെ മുതൽ ഉച്ചവരേക്കുള്ള സമയമാണെങ്കിലും വളരെ മനോഹരമായിട്ടത് നടന്നു. അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവരുടെ സന്തോഷത്തിൽ നമ്മളും കൂടെ പങ്കുചേരുകയാണ്. രമേശ്, എന്താ തോന്നുന്നത്? ഗുരുവായൂർ ശിവപത്മം പുരസ്കാരത്തിന് അർഹനായ രമേശ് കോരപ്പത്തിന്റെ ആതിഥ്യ മര്യാദയിൽ ഏറെ പ്രസന്നരായാണ് വിദേശ ദമ്പതികൾ മടങ്ങിയത്. ഇന്ന് നമ്മൾ കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇസ്രായേൽ കൃഷി രീതികൾ, അവിടുത്തെ ജലസേചനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ അങ്ങോട്ട് റിസർച്ചിനും പഠനത്തിനൊക്കെ വേണ്ടിയിട്ട് വിടുന്നുണ്ട്. അവരിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിജിനസ് ആയിട്ടുള്ള ആ പഴയ കാലങ്ങളിൽ എങ്ങനെ ഈവൻ മോട്ടർ വരുന്നതിന് മുമ്പ് മാനുവലായിട്ട് എങ്ങനെയാണ് ആളുകൾ കൃഷി ചെയ്തിരുന്നത്, അന്നുണ്ടാക്കുന്ന ധാന്യങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ സഫീഷ്യൻ്റ് ആയിരുന്നോ, അതെങ്ങനെയായിരുന്നു മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇൻഡിജിനസായി ഇതിനെ കൊണ്ടു നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും ഇപ്പോൾ മനസ്സിലാക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് അവരുടെ കൃഷിരീതികളെക്കുറിച്ചും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചും ജീവിത രീതിയെക്കുറിച്ചും അവർ പറഞ്ഞു തരുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ നാട്ടിൻ പ്രദേശങ്ങളിലുള്ള ഒരു നാടൻ സമ്പ്രദായത്തിലുള്ള കാര്യങ്ങൾ, ജീവിതത്തിലെ സമസ്ത കാര്യങ്ങളും, കൾച്ചർ ആൻഡ് സിവിലൈസേഷനും പൂരവും വേലിയും കൊയ്ത്തും നടിയിലും മുതൽ അവരിപ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ കോഴി വളർത്തുന്നതും താറാവിനെ വളർത്തുന്നതും അവരുടെ നാട്ടിൽ ടർക്കി കോഴിയെ വളർത്തുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതൊരു കമ്പാരിസൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. CCV ന്യൂസ്, തിരുവല്ലോമല.